ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് വാവ സ്കൂളിൽ പോയ ദിവസമാട്ടോ, ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ആദ്യമായിട്ട് മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മമാർ ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിരിക്കും അല്ലേ. ഞാനും ഭയങ്കര പ്രീ പ്ലാൻഡൊക്കെ ആയിരുന്നു കേട്ടോ. തലേ ദിവസം പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ മുട്ട ചിക്കി എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ എന്താണ്, അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ട് എന്നിട്ട് വെളുപ്പിന് 4 മണിയായി എഴുന്നേറ്റ് ആദ്യം വന്ന് കാപ്പി ഉണ്ടാക്കി, കുടിവെള്ളം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് തലേദിവസം വെച്ചിരുന്ന ചോറ് ഇച്ചിരി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ച് വാർക്കാൻ വേണ്ടിയിട്ട് അത് കഴുകുവാണ് കേട്ടോ. അത് കഴുകി അടുപ്പത്തിട്ടു. അതിനുശേഷം അടുപ്പയിൽ തീയൊക്കെ പിടിപ്പിച്ചു. അടുപ്പയിൽ തീ പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ഞാനങ്ങനെ അടുപ്പിൽ തീ പിടിപ്പിക്കാറില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഒന്നാമത്തെ കാര്യം, ഭയങ്കര പുകയില്ലാത്ത അടുപ്പാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. ഈ ദൈവം തമ്പുരാനെ, സത്യമായിട്ടോ അത് അതിനകത്ത് തീ പിടിക്കാൻ ഭയങ്കര പാടാണ്. തീ പിടിപ്പിച്ച് മനുഷ്യൻ മടുക്കണമല്ലാണ്ട് തീ പിടിക്കാൻ എനിക്ക് തോന്നിയിട്ട് വളരെ എണ്ണത്തിൽ കുറവാണ് എത്രയും വേഗം തീ പിടിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഗ്യാസ് കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പിടിപ്പിച്ചാട്ടോ. വെച്ചോണ്ടിരുന്നറിയാം. അതുകൊണ്ട് അങ്ങനെ അതൊരു വഴിക്ക് അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും തലേദിവസം ഞാൻ അരി വെള്ളത്തിലിട്ടത്, പകല് അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു. രാത്രി ഞാൻ പച്ചരിയും ചോറും തേങ്ങാവെള്ളവും കൂടിയിട്ട് പഞ്ചസാരയും കൂടിയിട്ട് ഞാൻ വെള്ളത്തിൽ നല്ലപോലെ ഞെരടി ഇട്ടിരുന്നു. പിറ്റേ ദിവസം നന്നായിട്ട് പുളിച്ച് വന്നായിരുന്നു കേട്ടോ. ഈസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാവെള്ളത്തിനകത്ത് പഞ്ചസാര കലക്കിയാണ് ഇട്ടത്. അപ്പോൾ അത് പിറ്റേ ദിവസം നന്നായിട്ട് പുളിച്ച് വന്നു. അത് ഞാൻ അരച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ഉണ്ടാക്കിയത്. അപ്പം നല്ല വെള്ളയപ്പം കിട്ടിയിട്ടോ, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് അടുപ്പത്ത് തീ പിടിപ്പിക്കണതാണ് കേട്ടോ. ഒരു 100 തവണ ഞാൻ പേപ്പർ എടുത്ത് കത്തിച്ച് തീ പിടിപ്പിച്ചിട്ടുണ്ട്. മടുത്ത് എനിക്ക് അങ്ങനെ തന്നെ തലവേദന എടുത്തു കേട്ടോ. അപ്പോൾ എന്നോർത്ത് ഒരാവശ്യമില്ലായിരുന്നു ഗ്യാസിൽ വെച്ചാൽ മതിയായിരുന്നെന്ന്. വെറുതെ ഒരു പിശുക്ക് തോന്നിയിട്ട് ഞാനങ്ങ് നല്ല ഉണങ്ങിയ വിറകിരിക്കണ കണ്ടപ്പോഴത്തേനും എന്നാൽ കത്തിച്ചേക്കാന്ന് ഓർത്ത് ഞാനങ്ങ് വെച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചില്ല കേട്ടോ. തലേ ദിവസം മീൻ വറുത്തത്, മീൻ കറി, മോര് കാച്ചിയത് എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരുന്നു. വൈകിട്ട് അത്താഴം ഉണ്ടാക്കിയ കറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ചീത്തയായി പോകുമല്ലോ. അപ്പോൾ ആ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. കൊച്ചിന് പുലാവ് ഉണ്ടാക്കണമായിരുന്നു. പിന്നെന്താണ്, അവൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ, കുടിവെള്ളം തിളപ്പിക്കണമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അരി അടുപ്പത്തിരുന്നായിരുന്നു. പ്രത്യേകിച്ച് വേറെ അങ്ങനെ കറിയൊന്നും പ്രത്യേകിച്ച് വെക്കേണ്ടതായിട്ട് ഇല്ലായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് പോയി ഫ്രഷായിട്ട് വന്നു, മുഖമൊക്കെ കഴുകി, പല്ലൊക്കെ തേച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ തലേദിവസം ചോറ് കഴിച്ച പാത്രം കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേനും 7 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം പതിയെ ഞാൻ അവള് വിളിച്ചിട്ട് എഴുന്നേറ്റത്ത് തന്നെ പോകുന്നു. പക്ഷെ സാധാരണ അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ മടി കാണിക്കണതല്ല. പക്ഷെ എന്നാന്നറിയില്ല, അന്ന് ഭയങ്കരമായിട്ട് ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് വിട്ട് മാറാണ്ട് ഇച്ചിരി പാടായിരുന്നു. കുറച്ചേരൊക്കെ എൻ്റെ തോളത്ത് മടിയിലൊക്കെ ഇരുന്ന് കുറച്ചേരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായിട്ട് സെറ്റായിട്ട് വന്നു. പിന്നെ ഞാൻ കുളിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ടിഫിനൊക്കെ എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ രാവിലെ കൊണ്ടുപോകാനുള്ള അപ്പവും പഞ്ചസാരയും വൈകുന്നേരത്തെ ബിസ്ക്കറ്റും ഒക്കെ എടുത്തൊന്നുകൂടെ ആളെ കാണിച്ചു. അപ്പോൾ അവൾക്ക് പുലാവ് ഉണ്ടാക്കിയത്, മുട്ട വെച്ച് പുലാവ് ഉണ്ടാക്കിയത് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ കാണിച്ചപ്പോൾ അവൾ അതിനകത്ത് നിന്ന് കൈയിട്ട് വരെ തിന്നു കൊതിച്ച് പെണ്ണ്. അപ്പേട്ട കാണിച്ചു കൊടുത്തതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ തലേദിവസം ഞാൻ യൂണിഫോമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യൂണിഫോമൊക്കെ വേഗം തന്നെ ഇടിയിച്ചു. ഒരുങ്ങാൻ ഭയങ്കര താമസമാണ് ആൾക്ക്. എനിക്കറിയാൻ പാടില്ല, ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് ആ കാര്യത്തിനാണ് കേട്ടോ. ഭയങ്കര താമസം എന്ന് പറഞ്ഞാൽ ഭയങ്കര താമസമാണ്.
കുളിക്കാൻ പോണതിന് മുമ്പ് എണ്ണ തേക്കണതിനാണ് ഭയങ്കര മടി. ഞാൻ ഓടിച്ചോടിച്ച് മടുക്കും കേട്ടോ. അത് തന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ പ്രാന്ത് പിടിക്കും. ഞാൻ കുറേ നേരം പുറകെ ഓടിയാലാണ് ഒന്ന് മേത്തൊക്കെ ഒന്ന് എണ്ണ തേപ്പിക്കണത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഒരു വിധത്തിൽ ഞാൻ ഓടിച്ചു പിടിച്ചു ഒരുക്കി. 8:30 വണ്ടി വരും, അതിനും പാടെ ഒരുക്കി എത്തണം. അപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലോട്ട് പോയത് ഈ ലുക്കിലാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.